നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹ ഫാഷൻ. പെരിന്തൽമണ്ണ ലീഗ് MLA നജീബ് കാന്തപുരത്തിനെതിരെ CPM ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി MLA രംഗത്ത്. എന്റെ ഓഫീസിലേക്ക് ആളുകളെ നേരെ ക്ഷണിച്ചു വരുത്തി ഇവിടെ അപേക്ഷ കൊടുക്കൂ എന്നൊരു തട്ടിപ്പിന് ഒരു MLA നേതൃത്വം നൽകുക. അപ്പോൾ ഒരാളെ തട്ടിപ്പുകാരനാക്കാൻ എന്ത് എളുപ്പമാണ്, എന്തൊരു ക്രൂരതയാണിത്. ഞാൻ പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഒരുപാട് CPIM പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഇപ്പോൾ നമ്മുടെ നേരെ തൊട്ടടുത്ത് ഒറ്റപ്പാലത്ത് ശ്രീ പ്രേംകുമാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണല്ലോ അവിടെ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത്. ആ രണ്ട് സൊസൈറ്റികളും CPIM സൊസൈറ്റിയാണല്ലോ. ഇപ്പോൾ ഇന്നലെ എൻ്റെ ഓഫീസിലേക്ക് കരിയോയിലയക്കാൻ വന്നു. എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെ മുദ്രാവാക്യങ്ങളാണ് വിളിച്ചത്. വലിയ പുരോഗമന പ്രസ്ഥാനം എന്ന് പറയുന്ന DYFIയുടെ ഒരു ജാഥയിൽ എന്നെ ബോഡി ഷെയിം ചെയ്തു, എൻ്റെ ഓഫീസ് ആക്രമിച്ചു, എൻ്റെ ഓഫീസിന് നേരെ കരിയോയിൽ ഒഴിച്ചു. ആരാ ഒഴിച്ചതിൽ ഒരാൾ ഇതാ ലാപ്ടോപ്പ് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നു. ഇത് പെരിന്തൽമണ്ണയിലുള്ള ആളാണ്, വെട്ടത്തൂർ പഞ്ചായത്തിലെ മണ്ണാർമലയിലുള്ള ആളാണ്. ഇയാളാണ് കരിയോയിൽ വയ്ക്കാൻ വന്നത്. ഇയാൾക്കും കിട്ടാനുണ്ട് ലാപ്ടോപ്പ്. അപ്പൊ ഇയാളെ വീട്ടിലേക്ക് ആരാ കരിയോലുമായിട്ട് പോവാ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ CPM ആളുകൾ ഒത്താശ ചെയ്ത് ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി പരാതി കൊടുപ്പിച്ചു. ശരി, ആയിക്കോട്ടെ, എനിക്കതൊന്നും ഒരു ഭയവുമില്ല. കാരണം ഞാൻ മുസ്ലിം ലീഗിന്റെ ഒരു MLA ആണ്. എനിക്ക് എൻ്റെ പാർട്ടി ധാരാളം മതി ഇത് പ്രതിരോധിക്കാൻ. എനിക്കൊരു പ്രയാസമില്ല. എനിക്ക് ശക്തമായൊരു മുന്നണിയിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ മുന്നണിയും അതിൻ്റെ നേതാക്കൾ ഇവിടെ മുഴുവൻ പേരും അണിനിരുന്നത് എന്താണെന്നറിയോ? ഈ മുഴുവൻ ശക്തിയും ഞങ്ങൾക്കിത് ധാരാളം മതി. പക്ഷെ ഇതൊന്നുമില്ലാത്ത പാവപ്പെട്ട സന്നദ്ധ പ്രവർത്തകർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അവരെ കേസിൽ കൊടുക്കരുത്, അവരന്യായമായി ഈ കേസിന്റെ ഭാഗമാക്കരുത്. അവരും നഷ്ടപ്പെട്ടവരാണ് എന്ന ബോധ്യം ഉണ്ടാകണം. ആ ബോധ്യം നമ്മുടെ ഗവൺമെന്റിന് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ നമുക്ക് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ മുദ്ര എന്ന് പറയുന്ന ഒരു ഏജൻസി ഇതിൻ്റെ ഭാഗമായതാണ് വലിയ കുഴപ്പമായിട്ട് കാണുന്നത്. ഇത് ഇവിടുത്തെ CPMകാർക്ക് വലിയ അലോസരം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ എവിടെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്? LSS പഠിക്കുന്ന കുട്ടികളെ ഫ്രീ ആയിട്ട് ഞങ്ങൾ പരിശീലിപ്പിക്കുകയാണ്. USS പഠിക്കുന്ന കുട്ടികളെ ഞങ്ങൾ ഫ്രീ ആയിട്ട് പരിശീലിപ്പിക്കുകയാണ്. NMMS ഒരു നിയോജക മണ്ഡലത്തിനും ഇല്ലാത്ത അത്രയും എണ്ണം NMMS എന്ന സ്കോളർഷിപ്പ് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ അധ്യാപകർക്ക് ഇങ്ങനെ സ്കോളർഷിപ്പ് പോലും ഉണ്ട് എന്നറിയാത്ത കാലത്ത് ഞങ്ങൾ പ്രവർത്തിച്ച് ഇന്ന് ഓരോ കുട്ടിയുടെയും വീട്ടിലേക്ക് 1000 രൂപ വെച്ച് NMMS സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. NTSC സ്കോളർഷിപ്പിന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധിയായ IAS അക്കാഡമി വരെ ഇവിടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഈ മുദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഭാഗമായിട്ടാണ്. ഇതാണ് അസ്വസ്ഥത. ഈ അസ്വസ്ഥതയ്ക്ക് ഞങ്ങളുടെ കയ്യിൽ മരുന്നില്ല. നിങ്ങൾ ആരെങ്കിലുമൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. അങ്ങനെ ഒരു പ്രത്യാക്രമണത്തിനുമല്ല ഞാൻ ഇവിടെ വന്നത്. ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് വിധേയരായ ജനപ്രതിനിധികളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയല്ല, എന്നെപ്പോലെ കേസെടുക്കാൻ വേണ്ടിയല്ല, എനിക്കെതിരെ എടുത്ത പോലെ കേസെടുക്കാൻ വേണ്ടിയല്ല. അങ്ങനെ ഫാബ്രിക്കേറ്റഡ് പരാതി കൊടുത്ത് കേസുകളുടെ എണ്ണം ജനപ്രതിനിധികൾക്ക് നേരെ തിരിച്ചുവിടാനല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത്. പോലീസും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രതിയുടെ പണം എവിടെ നിക്ഷേപിച്ചു അത് കണ്ടുകെട്ടി തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെന്റിന് മാത്രമാണ്. ഇതിനെ എൻഡോസ് ചെയ്ത ബഹുമാന്യനായ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മാത്രമാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാക്കാൻ നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ ഏകോപിപ്പിച്ച് നടത്തുന്നത്, ഇവിടെ ഞങ്ങൾക്ക് വലിയൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം എന്താണെന്നറിയോ? CPMകാർക്ക് അലോസരം ഉണ്ടാവുന്ന സ്വപ്നമാണ്. ഇവിടുത്തെ ഏറ്റവും ദുർബലരായ മനുഷ്യർ അഭിമാനത്തോടെ അവരുടെ മക്കളുടെ വിജയങ്ങൾ ആഘോഷിക്കുന്ന ദിവസങ്ങൾക്ക് വേണ്ടിയാണ് മുദ്ര ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. അങ്ങനെ വന്നാൽ ദുർബലരായ മനുഷ്യരെ നഷ്ടപ്പെട്ടാൽ പാർട്ടി ക്ഷീണിച്ചു പോകും എന്ന ആശങ്കയുള്ളത് കൊണ്ട് നിങ്ങളുടെ പാർട്ടിയിൽ കൊടിപിടിക്കാൻ ആളെ കിട്ടില്ല. ആളുകൾ വീണ്ടും കോർപ്പറേറ്റ് ലെവലിലേക്കോ അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് ലെവലിലേക്കോ ഔദ്യോഗിക രംഗത്തേക്കോ പ്രൊഫഷണൽ മേഖലയിലേക്കോ വന്നാൽ നാളെ നിങ്ങളെ കൊടി പിടിക്കാൻ ആളെ കിട്ടില്ല എന്ന ഭയാശങ്കയാണ്. നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ RO ഫിൽറ്റർ ആക്സസറീസ്, RO പമ്പ് ആൻഡ് ക്യാബിനറ്റ്സ് തുടങ്ങിയ
എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ 100% ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു. നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ, മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു. വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9142841703 7012492226.